ഇറാന് വീണ്ടും കനത്ത തിരിച്ചടിയുമായി ഇസ്രയേൽ. ഇറാനിലെ വിമാനത്താവളങ്ങളിൽ ഇസ്രയേലിന്റെ ആക്രമണം റൺവേകളും ഭൂഗർഭ ഫാങ്കറുകളും തകർത്ത് തരിപ്പണമാക്കി. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് കോറിന്റെ ആസ്ഥാനം തകർത്തു. ഫോർഡോ ആണവ നിലയത്തിലും വീണ്ടും ആക്രമണമുണ്ടായി. അതേസമയം ഇറാനെ സഹായിക്കാൻ തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചു. ഇസ്രയേലുമായുള്ള സംഘർഷം പരിഹരിക്കാൻ ഇറാനുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് പുടിൻ. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ആർഗിച്ചിയുമായി പുടിൻ ചർച്ച നടത്തി. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിക്കാൻ ഇറാൻ നീക്കം നടത്തുന്നു. ഇത് സംബന്ധിച്ച ബില്ല് പാസാക്കാനാണ് ഇറാൻ പാർലമെന്റിന്റെ നീക്കം. ഐസൻ ജോസ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഐസൻ, ഇസ്രായേൽ കനത്ത പ്രഹരം നൽകുകയാണ് ഇറാന് വീണ്ടും. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. തീർച്ചയായും ദേവിക, ശക്തമായൊരു പ്രഹരം തന്നെയാണ് ഇസ്രായേൽ ഇറാന് നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, 13-ാം തീയതി മുതൽ ഈ ആക്രമണം തുടർച്ചയായി നടക്കുന്നുണ്ട്. പല തരത്തിലുള്ള ആക്രമണം നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ ഫോർഡോ ആണവ നിലയം ഉൾപ്പെടെയുള്ള വിവിധ ആണവ നിലയങ്ങളിൽ ശക്തമായൊരു ആക്രമണം നടന്നിരുന്നു. ആക്രമണത്തിൻ്റെ ഭാഗമായി ഈ നിലയങ്ങളെല്ലാം തന്നെ കേടുപറ്റുകയും ചെയ്തു എന്ന വിവരങ്ങൾ ചില റിമോട്ട് സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസി വരെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ആക്രമണം ശക്തമായി തുടരുക എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ നയമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്നും ആക്രമണം നടന്നു. ഇന്ന് നടന്ന ആക്രമണത്തിൽ 6ഓളം വിമാനത്താവളങ്ങളാണ് തകർത്തത്. വിമാനത്താവളങ്ങളിലെ റൺവേകൾ തകർത്തു. അതുപോലെ തന്നെ അടിയിലുള്ള ഭൂഗർഭ സംവിധാനങ്ങളായി ഒരുക്കിയിട്ടുള്ള ഫ്ലൈറ്റ് ഹാങ്ങറുകളുണ്ട്. ഫ്ലൈറ്റുകളുടെ അനുരക്ഷണ ചുമതലയും അതുപോലെ തന്നെ അതിൻ്റെ ഓവർഹോളിംഗ് ഒക്കെ നടക്കുന്ന ഒരു സംവിധാനമാണ് ഫ്ലൈറ്റ് ഹാങ്ങറുകൾ. ഫ്ലൈറ്റുകൾ സൂക്ഷിക്കുന്നതിനുള്ള സ്ഥലമാണ്. ആ ഫ്ലൈറ്റ് ഹാങ്ങറുകളെല്ലാം തന്നെ ഭൂമിക്കടിയിലുള്ള ഫ്ലൈറ്റ് ഹാങ്ങറുകളെല്ലാം തന്നെ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ആക്രമണം വിമാനത്താവളങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആയുധ ശേഖരങ്ങളിൽ മിസൈൽ ലോഞ്ചറുകളെല്ലാം തകർക്കുകയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങളും ഒരു വശത്തുകൂടി അതിശക്തമായി നടത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ നമുക്ക് അറിയാവുന്നതുപോലെ ഈ ഫോർഡോ ആണവത്താവളത്തിന് പ്രത്യേകമായ കേന്ദ്രീകൃതമായ ഒരു ആക്രമണമാണ് നടക്കുന്നത്. ആ ആക്രമണം നടത്തുന്നത് വീണ്ടും ഫോർഡോ ആണവത്താവളം പുനരുജ്ജീവിപ്പിക്കാനുള്ള ഏതെങ്കിലും നീക്കം അല്ലെങ്കിൽ അതിനകത്തുണ്ടാകുന്ന ആണവ ആയുധങ്ങൾ അവിടെ നിന്ന് മാറ്റുന്നതിനുള്ള നീക്കം ഒന്നും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആ പരിസരത്തേക്കുള്ള റോഡ് ആക്സസ്, അതായത് റോഡും അതുപോലെ തന്നെ ഹെലിപാഡുകളും അതുപോലെ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ അവിടേക്ക് എത്തിപ്പെടാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ തകർക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇന്ന് ഇസ്രായേൽ വ്യോമസേന നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫോർഡോ ആണവത്താവളം ഏതാണ്ട് നിശ്ചലമായൊരവസ്ഥയിലാണ് എങ്കിൽ കൂടി അവിടേക്ക് എത്തിപ്പെടാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഉള്ളത് എന്നും അറിയാനും സാധിക്കുന്നുണ്ട്. അത് പുനരുജ്ജീവിപ്പിക്കാനുള്ള സാധ്യതകൾ അടയ്ക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ കൃത്യമായ ലക്ഷ്യമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ആക്രമണം അതിശക്തമായി തുടരുകയാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിൻ്റെ ആസ്ഥാന മന്ദിരം തകർത്തിട്ടുണ്ട്. അവരുടെ TV സ്റ്റേഷൻ്റെ ആസ്ഥാന മന്ദിരം തകർത്തിട്ടുണ്ട്. അത്തരത്തിൽ വിവിധങ്ങളായ കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യമായ ഇൻ്റലിജൻസ് ഗാദറിങ്ങിന് സാധ്യമായ എല്ലാ മേഖലകളും കൃത്യമായി തകർക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തുടർന്നൊരാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് തടയുന്നതിന് അല്ലെങ്കിൽ ആക്രമണത്തിനുള്ളൊരു സാധ്യത മുൻകൂട്ടി തന്നെ ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതേ സമയം തന്നെയാണ് മറ്റ് നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും സുപ്രധാനമായൊരു നയതന്ത്ര ഇടപെടൽ ഇന്നുണ്ടായത് അബ്ബാസ് അറാഗ്ചി റഷ്യയിലെത്തിയിരുന്നു. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി റഷ്യയിലെത്തി വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിലെല്ലാം തന്നെ കൃത്യമായി ഒരു നിലപാടിലേക്ക് റഷ്യ നീങ്ങിയത് നയതന്ത്ര തലത്തിൽ സഹായിക്കാം, സൈനിക തലത്തിൽ സഹായിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകളെ ഉണ്ടായിട്ടില്ല. നയതന്ത്ര തലത്തിൽ ഈ കാര്യത്തിൽ ഉറച്ച നിലപാട് എടുക്കുന്നതിനെ ഇരു രാജ്യങ്ങളുമായി സംസാരിക്കാൻ തയ്യാറാണ് എന്നൊരു നിലപാട് അറിയിച്ചിരുന്നു. പല രാജ്യങ്ങളും ഇവർ നേരിട്ട് ഈ വിഷയം ചർച്ച ചെയ്ത് അവസാനിപ്പിക്കണം, ഒരു ടേബിളിന് മുകളിൽ ചർച്ച ചെയ്യണം, ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കേണ്ട അവസ്ഥയിൽ എത്തേണ്ടതുണ്ട് എന്നൊരാവശ്യമാണ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. ഇതിനിടയിലാണ് ഏറ്റവും നിർണായകമായൊരു സംഭവവികാസം ഉണ്ടായത്. 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയുമായി ബന്ധപ്പെട്ട് ആ ട്രീറ്റിയിൽ നിന്നും പിന്മാറുന്നതിനുള്ള ഒരു നീക്കം നടത്താൻ ഇറാൻ ശ്രമങ്ങൾ ആരംഭിച്ചത്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് എന്ന് തന്നെ ഇപ്പോൾ പറയാൻ സാധിക്കും. അതായത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിയന്ത്രണത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസികളുടെ നിരീക്ഷണങ്ങൾക്ക് സാധ്യമാകുന്ന രീതിയിലുള്ള ആണവ കേന്ദ്രങ്ങളല്ലാതെ തുടരുക എന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ആ പരിശോധനകളും അതിൻ്റെ നിയന്ത്രണവും അതിൻ്റെ സൂപ്പർവിഷനും ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ആ നിയമനിർമ്മാണം നടത്തും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അതിനുള്ള സൂചനകളാണ് പുറത്തു വന്നിരുന്നത്. ഔദ്യോഗികമായ അറിയിപ്പൊന്നും വന്നില്ലെങ്കിലും ചില സ്ഥിരീകരണങ്ങളാണ് വന്നത്. ഇന്ന് അത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നും പാർലമെൻറ്റ് സ്പീക്കർ തന്നെ താൽക്കാലികമായി തങ്ങൾക്ക് ബോധ്യമായി
സാധ്യമാകും വരെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ നിയന്ത്രണത്തിൽ ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിക്കുക എന്ന ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. തീർച്ചയായും വലിയ തോതിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് നീങ്ങാൻ മറ്റു രാഷ്ട്രങ്ങൾ, അതായത് ഇസ്രായേലിനെ അമേരിക്കയെ ഉൾപ്പെടെ വലിയ തോതിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത കൂടി നയതന്ത്ര ഇടപെടൽ അത് വളരെ നിർണായകമാണല്ലോ. കാരണം കഴിഞ്ഞ ദിവസവും അമേരിക്കയുടെ നിലപാട് കൃത്യമായി ചർച്ച ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ അമേരിക്കയുടെ ഇടപെടൽ കൂടി വരുമ്പോൾ കൂടുതൽ നിർണായകമായ ചില നീക്കങ്ങളിലേക്ക് കൂടി ഇരു രാജ്യങ്ങളും കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലോ. അമേരിക്കയുടെ ഇടപെടൽ ഇന്നലെ പീറ്റ് ഹെഗ്സത്തിൻ്റെ ആ വാർത്തകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞത് യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നൊരു നിലപാടാണ്. യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് വിശദീകരിച്ചതിന് ശേഷമാണ് വീണ്ടും അമേരിക്കയുടെ പ്രസ് സെക്രട്ടറി കൂടിയായ അല്ലെങ്കിൽ മീഡിയ സെക്രട്ടറി കൂടിയായ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുതിയ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ചില കമൻറ്റുകൾ വന്നിരിക്കുന്നത്. അതൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്നെയാണ് അത്തരത്തിലൊരു കമൻറ്റ് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ആ കമൻറ്റിൽ പറയുന്നത് അല്ലെങ്കിൽ ഒരു നിലപാടിൽ പറയുന്നത് ഈ ഇറാൻ എന്ന് പറയുന്നത് ഒരു ഹിംസാത്മക രാജ്യമാണ്, അതായത് ഭീകര സ്വഭാവമുള്ള ആക്രമണ സ്വഭാവമുള്ള ഒരു രാജ്യമാണ് എന്ന് പറയുമ്പോൾ അതിന് പിന്നാലെ തന്നെയാണ് നയതന്ത്രത്തിന് തങ്ങൾക്കിപ്പോഴും താല്പര്യമുണ്ട്, നയതന്ത്രത്തിനുള്ള സാധ്യത അടഞ്ഞിട്ടില്ല എന്നും പറയുന്നത്. പക്ഷേ ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിംസാത്മക സ്വഭാവമുള്ളൊരു സംവിധാനവുമായി ഡീൽ ചെയ്യാൻ തയ്യാറല്ല എന്നൊരു നിലപാട് തന്നെയാണ് അതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഖമേനിയുമായുള്ള അല്ലെങ്കിൽ ഖമേനി നേതൃത്വം നൽകുന്ന സംവിധാനങ്ങളും സുപ്രീം കൗൺസിലും അതുപോലെ തന്നെയുള്ള സംവിധാനങ്ങളുമായി ആ ഖമേനിയുടെ നിയന്ത്രണത്തിലുള്ള സംവിധാനങ്ങളുമായി ചർച്ച സാധ്യമല്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഈ ആക്രമണോത്സുക അല്ലെങ്കിൽ ഹിംസാത്മക സ്വഭാവമുള്ളൊരു രാജ്യം എന്ന ഒരു റഫറൻസ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ നയതന്ത്ര സാധ്യതകൾ, യുദ്ധം വേണ്ട എന്നൊരു നയതന്ത്ര സാധ്യതകൾ അപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി അതിനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണങ്ങൾ നടന്ന് ഇറാനെ പൂർണ്ണമായും നിരായുധീകരിക്കുകയും നിശ്ചലമാക്കുകയും ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിലൊരു സംവിധാനങ്ങൾ, അതായത് ഒരു ഭരണമാറ്റത്തിന് പോലും സാധ്യതയുള്ള നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. അപ്പോൾ മാത്രമായിരിക്കും ഒരു നയതന്ത്രം സാധ്യമാവുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ദേവിക.